നമസ്കാരം, നിലവിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബ്ലോക്ക് ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ LDF ബ്ലോക്കിൽ ജനവിധി തേടുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ ചൊവ്വാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബ്ലോക്ക് ഭരണാധികാരി മുൻപാകെയാണ് പത്രിക നൽകിയത്. നിലവിലെ ബ്ലോക്ക് മെമ്പർമാരിൽ നിന്നും ആരും തന്നെ ഇത്തവണ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നില്ല. പുതുമുഖങ്ങളെ അണിനിരത്തിയാണ് ഇത്തവണ LDF ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ബ്ലോക്ക് ഭരണം തിരിച്ചുപിടിക്കുകയാണ് LDFിന്റെ ലക്ഷ്യം. തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന MV അനിൽകുമാർ, KSTA മുൻ സംസ്ഥാന സെക്രട്ടറി KC അലി ഇക്ബാൽ, ആരോഗ്യവകുപ്പിൽ നിന്നും അഡീഷണൽ ഡയറക്ടറായി വിരമിച്ച ഡോക്ടർ K വേണുഗോപാൽ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP സുമിത തുടങ്ങിയവർ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന പ്രമുഖരാണ്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ഷൈമ ഉണ്ണികൃഷ്ണൻ, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന P പ്രസന്ന തുടങ്ങിയവരും ഇത്തവണ മത്സരരംഗത്തുണ്ട്. മികച്ച ഭൂരിപക്ഷത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ഇത്തവണ നേടാൻ കഴിയുമെന്നാണ് LDFിന്റെ പ്രതീക്ഷ. പട്ടായം ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ ഡിവിഷനുകളിലും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇന്ന് നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. വലിയ വിജയപ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാം ഉള്ളത്. വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് എല്ലാവരും നോമിനേഷൻ പ്രവർത്തനം നടത്തുന്നുണ്ട്. വലിയ പൊതുരംഗത്ത് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല പരിചയസമ്പന്നരായ നല്ലൊരു ടീമിനെയാണ് LDF രംഗത്തിറക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു നേട്ടം ഈ പാനലിനുണ്ടാകുമെന്ന് ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ദേശമംഗലം പഞ്ചായത്തിലെ ഇടതുപക്ഷ മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി. 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും CPM ആണ് മത്സരിക്കുന്നത്. വാർഡ് 1 നിജി AV, വാർഡ് 2 മോനിഷ PM, വാർഡ് 3 ജയരാജ് K, 4 വാർഡ് സുബിമോൾ, 5 വാർഡ് ഷഹീർ K, 7 പുഷ്പജ P, 8 സംഗീത P, 10 ദിലീപ് KS, 11 ആമിനക്കുട്ടി V, 12 ബബിത KH, 13 മുസ്തഫ SS, 4 രാജൻ P, 15 മധു MP എന്നിവരാണ് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത്. നിലവിൽ UDF ആണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. 8 വാർഡുകളിൽ UDF കക്ഷികളും 7 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികളുമായിരുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ RSPയുടെ സ്ഥാനാർത്ഥികൾ 2 വാർഡുകളിൽ മത്സരിക്കും. പാർട്ടിയുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. RSPയുടെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 2 വാർഡുകളിലാണ് ഇത്തവണ RSP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. 2ാം വാർഡിൽ സരസ്വതിയും 3ാം വാർഡിൽ അബ്ദുൽ സിദ്ദിഖുമാണ് ജനവിധി തേടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി K രാജൻ നിർവഹിച്ചു. മണ്ഡലം സെക്രട്ടറി EK ഷാജി, കുഞ്ഞു മുഹമ്മദ്, സജീഷ് മരുദൂർ, ഷെരീഫ്, ആഫിൽ, ജംഷാദ്, റഹീം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അഴിമതിരഹിത ഭരണം, വിവേചനരഹിതമായ വികസനം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും RSP നേതാക്കൾ പറഞ്ഞു. ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ RSP മത്സരിക്കുന്നതിൻ്റെ പ്രാധാന്യം വളരെ ഗൗരവമുള്ളതാണ്. ഇന്ത്യ മഹാരാജ്യത്തെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വളരെ അത്യന്തം ഗൗരവപൂർവ്വം തെരഞ്ഞെടുപ്പിൽ ശക്തിയോടുകൂടി മത്സരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ദേശമംഗലം പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറായി. 1ാം വാർഡ് ഷെമീന സിറാജുദ്ദീൻ, 2ാം വാർഡ് അമ്പിളി മനോജ്, 3ാം വാർഡ് K പ്രേമൻ, 4ാം വാർഡ് നീതു സുനിൽ, വാർഡ് 5 PM അബ്ദുൽ സലാം, വാർഡ് 6 PI ഷാനവാസ്, വാർഡ് 7 ബീന ഗോപൻ, 8 സെഫിയമോൾ UDF സ്വതന്ത്രൻ, 9 അസ്മാബി ഷാനവാസ് UDF സ്വതന്ത്രൻ, 10 PS ലക്ഷ്മണൻ, 11 നസീറ സുധീർ, 12 സന്ധ്യ ടീച്ചർ, 13 ഇബ്രാഹിം ലീഗ്, 14 AV ശ്രീധരൻ, 15ാം വാർഡ് MP വിപിൻ എന്നിവരാണ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മത്സരാർത്ഥികൾ. നിലവിൽ വലതു മുന്നണിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00,
89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വെള്ളിയാങ്കല പൈതൃക പാർക്കിൽ പുരോഗമിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ VT ബൽറാം, DTPC അധികൃതർ എന്നിവർ സന്ദർശിച്ച് വിലയിരുത്തി. VT ബൽറാം MLA-യുടെ അധ്യക്ഷതയിൽ പാർക്കിനകത്ത് പ്രൊജക്ട് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. അടുത്ത മാസം 20ഓടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ MLA നിർദ്ദേശം നൽകി. പൈതൃക പാർക്കിന്റെ തുടർ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്നും MLA അറിയിച്ചു. പ്രധാനമായിട്ടും ഈ 43 ലക്ഷത്തിൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലാൻഡ്സ്കേപ്പിംഗ്, അതുപോലെ തന്നെ കളി ഉപകരണങ്ങളുടെ നവീകരണം, അങ്ങനെയുള്ള പ്രവൃത്തികളാണ്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ടൈലുകൾ വിരിക്കുക, മറ്റ് പെയിൻറ്റിങ്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗം, അത് കൈവരികൾ കഴിഞ്ഞ പ്രളയകാലത്ത് തകർന്നു പോയിരുന്നു. അതിൻ്റെ മുഴുവൻ നവീകരണം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രവൃത്തിയുടെ ഏതാണ്ട് ഒരു 60% പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. വിനോദസഞ്ചാര വകുപ്പ് നിധിയിൽ നിന്നും 43.95 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. കൂടുതൽ വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കൽ, പുതിയ നടപ്പാതകളുടെ നിർമ്മാണം, ലാൻഡ്സ്കേപ്പിംഗ്, പൂന്തോട്ട നിർമ്മാണം, കുട്ടികൾക്കായി കൂടുതൽ കളിയുപകരണങ്ങൾ സ്ഥാപിക്കൽ എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. കൂടാതെ അറിയിപ്പുകൾ നൽകുന്നതിനും പാർക്കിലെത്തുന്നവരെ അഭിസംബോധന ചെയ്യുന്നതിനും മറ്റുമായി ശബ്ദ സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട്. പൈതൃക പാർക്കിനകത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. കഴിഞ്ഞ 2 തവണത്തെ പ്രളയങ്ങളിലായി തകർന്ന ചുറ്റുമതിലിന്റെ ഭാഗവും പാർക്കിനകത്തെ പുഴയോട് ചേർന്ന ഭാഗത്തെ സുരക്ഷാവേലിയുടെ നിർമ്മാണവും പൂർത്തിയായി. CCTV ന്യൂസ് തൃത്താല. വരൾച്ചാ ഭീതിക്കൊടുവിൽ ചെറുതുരുത്തി തടയണയുടെ ഷട്ടറുകൾ അടച്ചു. ഇതോടെ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയരാൻ തുടങ്ങി. തുലാമഴ കുറവായതുമൂലം വരൾച്ച രൂക്ഷമാകുമെന്നും പമ്പ് ഹൌസിന് സമീപം വെള്ളം താഴുന്നത് കുടിവെള്ളക്ഷാമത്തിന് ഇടയാക്കുമെന്നും ചെറുതുരുത്തി തടയണ ഷട്ടറുകൾ ഉടൻ അടയ്ക്കുന്നത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ചർച്ചയുമുണ്ട്. തടയണയുടെ ജലം സംഭരിക്കുന്ന ഭാഗങ്ങൾ മണൽപ്പരപ്പായി മാറുന്ന നിലയിലായിരുന്നു. തടയണയിലെ മണലെടുക്കാൻ അനുമതി നൽകിയിരുന്നു. ഇതിന് തടസ്സം നേരിടാതിരിക്കാനാണ് ഷട്ടറുകൾ അടയ്ക്കാത്തതെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ വരൾച്ച ഭീതി മുന്നിൽ കണ്ട് ഒടുവിൽ ഷട്ടറുകൾ അടയ്ക്കുകയായിരുന്നു. ഇതേ തുടർന്ന് നേരിയ നീരൊഴുക്കുള്ളതിനാൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വെള്ളം സംഭരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ചെറുതുരുത്തി തടയണ വന്നതിന് ശേഷം പ്രദേശത്ത് കുടിവെള്ളക്ഷാമം വലിയ തോതിൽ ബാധിച്ചിരുന്നില്ല. എന്നാൽ പ്രളയസാധ്യത മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് തടയണയുടെ ഷട്ടറുകൾ മാസങ്ങൾക്ക് മുമ്പ് തുറന്നത്. പട്ടാമ്പി പള്ളിപ്പുറത്ത് ജനവാസ കേന്ദ്രത്തിൽ പുലിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. പള്ളിപ്പുറത്ത് പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ മുറ്റത്താണ് പുലിയുടെ കാൽപാദങ്ങളോട് സാദൃശ്യമായ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ബുധനാഴ്ച രാവിലെ പോസ്റ്റ് ഓഫീസ് തുറക്കാനെത്തിയ ഉദ്യോഗസ്ഥരാണ് ആദ്യം കാൽപ്പാടുകൾ കണ്ടത്. പരുതൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ, വിവിധ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പള്ളിപ്പുറം സെന്ററിൽ ഇത്തരത്തിൽ കാൽപ്പാടുകൾ ദൃശ്യമായത് നാട്ടുകാരിൽ ആശങ്ക പരത്തിയിട്ടുണ്ട്. ചിത്രങ്ങൾ പരിശോധിച്ച അധികൃതർ കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതായേക്കുമെന്ന പ്രാഥമിക നിഗമനത്തിലാണുള്ളത്. സമീപത്ത് പുലിയുടെ ആക്രമണത്തിന് വിധേയമായ രീതിയിൽ മൃഗങ്ങളെയോ മറ്റോ കാണാത്തതിനാൽ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് തീർപ്പ് പറയാനാവില്ലെന്നും ഉച്ചയ്ക്ക് ശേഷം സ്ഥലം സന്ദർശിച്ച് കൂടുതൽ സ്ഥിരീകരണം നൽകാൻ കഴിയുമെന്നും ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. CCTV ന്യൂസ് തൃത്താല. ഇനി നവമാധ്യമ കാഴ്ച. മറ്റുള്ളവരെ പറ്റിക്കാമെന്നൊക്കെ കരുതി ചെയ്യുന്ന ചില പ്രവർത്തികൾ അവനവന് തന്നെ വിനയായി വരുന്ന സന്ദർഭങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു രസകരമായ ദൃശ്യമാണ് ഇന്നത്തെ നവമാധ്യമ കാഴ്ചയിൽ ദൃശ്യമയച്ചിരിക്കുന്നത്. അബു താഹിർ. മ്യൂസിക് ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.